الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله أوصيكم ونفسي أولا بتقوى الله. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. ഇന്ന് ഈദുൽ ഫിത്റ, ചെറിയ പെരുന്നാൾ. 29 ദിവസക്കാലം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് അള്ളാഹുവിന് നാം കൊടുത്ത കരാറ് പൂർത്തിയാക്കി ആ കരാറ് പൂർത്തീകരണത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള സകലതും ചോദിച്ച് അള്ളാഹുവിനോട് അപേക്ഷിച്ച് രാപ്പകലുകളെ ഒരുപോലെ ഉപയോഗപ്പെടുത്തി ഇന്നത്തെ ദിവസം അതിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ്. വരാനിരിക്കുന്ന 11 മാസക്കാലത്തേക്കുള്ള ജീവിതത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നാം ഈ ഒരു മാസക്കാലം. അതൊരു പരിശീലനമായിരുന്നു. ഹക്കുകൾ പൂർത്തിയാക്കാനുള്ള പരിശീലനം, കടമകൾ പൂർത്തിയാക്കാനുള്ള പരിശീലനം. എന്താണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹക്കുകൾ, അവൻ്റെ അവകാശങ്ങൾ എന്താണ്? അവൻ അടുത്ത 11 മാസക്കാലം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? 3 ബന്ധങ്ങളെ ക്ലിയറാക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് ആവശ്യപ്പെടുന്നത് 3 ബന്ധങ്ങൾ ക്ലിയറായിരിക്കണം, സുദൃഢമായിരിക്കണം. അതിൽ ഒന്നാമത്തെ ബന്ധം മാനുഷിക ബന്ധമാണ്, രണ്ടാമത്തെ ബന്ധം കുടുംബ ബന്ധമാണ്, മൂന്നാമത്തെ ബന്ധം ആദർശ ബന്ധമാണ്. ഈ 3 ബന്ധങ്ങളെയും ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു സൂക്തത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഓ മനുഷ്യരെ,
മനുഷ്യരെ വിളിച്ചിട്ടാണ് അല്ലാഹു തആല സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലി ചില വിഷയങ്ങൾ മനുഷ്യരോട് മൊത്തത്തിലായിരിക്കും. അവിടെ ജാതിയെയോ മതത്തെയോ മതവിശ്വാസങ്ങളെയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥിതികളെ ഒന്നും പരിഗണിക്കുന്നില്ല. മനുഷ്യനെ മാത്രമാണ് അതിൽ അല്ലാഹു തആല പരിഗണിക്കുക. ചിലപ്പോൾ ഏതോ മതക്കാരനായിരിക്കാം, ഒരു മതവുമില്ലാത്തവനായിരിക്കാം, അത് അല്ലാഹു തആല അവിടെ കാണുന്നില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അല്ലാഹു തആല സൃഷ്ടിച്ച് പോറ്റി വളർത്തി തിന്നാനും കുടിക്കാനും ആവശ്യമുള്ളതെല്ലാം നൽകി ഭൂമിയിൽ സംരക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ മൊത്തത്തിൽ ഇബാദുല്ലാ. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ വ്യവസ്ഥിതിയില്ല, ഒന്നുമില്ല. അവിടെ ഇൻസാനിയത്താണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ എന്ന് വിളിച്ചത്. അതെല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമാണ്. രണ്ടാമത് അല്ലാഹു തആല വിളിക്കുന്ന ഒരു രീതിയുണ്ട്, യാ അയ്യുഹല്ലദീന കഫറു, അല്ലെങ്കിൽ അയ്യുഹല്ലദീന അശ്റകു, വിശ്വാസരാഹിത്യം സംഭവിച്ചവരെ എന്നാണ് അവിടെ അഭിസംബോധനം. അവിടെ ആദർശത്തിൻ്റെ ബന്ധമാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്, ആദർശത്തിൽ അടിയുറച്ചു നിന്നവരെ എന്ന്. ഈ മൂന്ന് രീതിയിൽ മൂന്ന് സമൂഹത്തോട് സംസാരിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്ന പ്രയോഗമാണത്. ഞാനീ പറഞ്ഞു വെച്ച വിഷയത്തിന് അല്ലാഹു ഉപയോഗിച്ചത് ഏത് പ്രയോഗമാണ്? യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗമാണ്, ഓ മനുഷ്യരെ എന്ന പ്രയോഗമാണ്. അവിടുത്തെ ഹിന്ദു മതക്കാർക്ക് ബാധകമാണ്, ക്രിസ്ത്യാനികൾക്ക് ബാധകമാണ്, ജൂത നസാറ മജൂസി വിഭാഗങ്ങൾക്ക് ബാധകമാണ്, നിരീശ്വര നിർമ്മതവാദികളായ മനുഷ്യർക്കും ബാധകമാണ്. മൊത്തത്തിൽ ഇവിടെ അല്ലാഹു യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുമ്പോൾ അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് ലോകാവസാനം വരെ അങ്ങനെ തന്നെ നിലനിൽക്കും പരിശുദ്ധ ഖുർആന്റെ ശൈലി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ ഖലഖിനാകും, തീർച്ചയായിട്ടും ഞാനാണ് നിങ്ങളെ പടച്ച് സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയത്. മനുഷ്യരോടാണ് സംസാരിക്കുന്ന അല്ലാഹു തആല. ആർക്കും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു മതക്കാർക്കും അല്ലാഹുവാണ് ദൈവമാണ് ഈ സകല ജലാചരങ്ങളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നത് എന്ന കാര്യത്തിൽ ഇന്ന് ലോകത്ത് ഇന്നുമില്ല, ഇതിനു മുമ്പുമില്ല, ഇനി അങ്ങോട്ടുമില്ല. മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ മുതൽ ഇന്നേ വരെയും ഇന്നു മുതൽ അങ്ങോട്ട് ലോകാവസാനം വരെയും മനുഷ്യൻ എന്ന അഡ്രസ്സിൽ അറിയപ്പെടുന്ന സൃഷ്ടികൾക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? അള്ളാഹു അല്ലാത്തവരെ ഇടയിൽ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഏത് മതസ്ഥനായാലും ദൈവം എന്ന് വിളിക്കുന്നത് അള്ളാഹു എന്നാണ്. ഏത് മതസ്ഥൻ, ഇപ്പം ജൂതൻ്റെ തൗറാത്തിൽ അള്ളാഹ് എന്നാണ് ഉപയോഗിക്കുക. ക്രിസ്ത്യാനിയുടെ ഇഞ്ചീലിൽ, അറബി ഇഞ്ചീലിൽ അള്ളാഹ് എന്നാണ് ഉപയോഗിക്കുക, യഹോവ എന്ന് പറയാറില്ല. ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ത്യൻ ഭാഷയനുസരിച്ച് പരിഭാഷപ്പെടുത്തിയപ്പോൾ അങ്ങനെ ആയതാണ്. ലോകാടിസ്ഥാനത്തിൽ ദൈവം റബ്ബ് എന്ന പ്രയോഗത്തിന് വ്യത്യാസമില്ല. ഇന്നും അന്നും എന്നും അങ്ങനെയാണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം വന്നത്? അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടുന്നതിന് ഇടക്കാള വേണോ വേണ്ടോ എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം വന്നത്. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ അടിമകൾക്ക് സ്വതന്ത്രമേ കഴിയുകയില്ല, അതിന് ഇടയാളുകളുടെ ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അതെന്താ ചെയ്തത്? ക്രിസ്ത്യാനികൾ യേശുവിനെയും മറിയത്തെയും ഇടയാളുകളാക്കി അള്ളാഹുവിന്. അതേപോലെ തന്നെ ജൂതന്മാർ ഉസൈറിനെ ഇടയാളാക്കി. അതേപോലെ തന്നെ ഹിന്ദു മതക്കാർ ദേവീദേവന്മാരെ ഇടയാളാക്കി. ഇവരെല്ലാം ഇടയാളാക്കിയത് അള്ളാഹു എന്ന ഒറ്റനായ അള്ളാഹുവിനെ സ്വാധീനിക്കാനാണ്, ദൈവത്തെ സ്വാധീനിക്കാനാണ്. ആർക്കാണ് ഇവിടെ ദൈവത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം? പക്ഷെ വിവരമില്ലാത്തത് കൊണ്ടോ കൂടുതൽ ഗഹനമായി പഠിക്കാത്തത് കൊണ്ടോ മതങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ചു. ഷീഈ മതക്കാർ ഔലിയാക്കളെ, ശൈഖുകളെ ഇടയാളുകളാക്കി. ഇവരെല്ലാം ഒരേ പട്ടികയിൽ, ഒരേ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശപരമായിട്ട് മനുഷ്യനെ വേർതിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യുഹന്നാസ്, ഹോ മാലോകരെ. അവിടെ ആദർശത്തെ ആരെയാണ് വിളിക്കുന്നത്, എന്തിനെയാണ് വിളിക്കുന്നത്, ഇതൊന്നും അള്ളാഹു അവിടെ പരിഗണിക്കുന്നില്ല. ഈ ഭൂമിയിൽ അള്ളാഹു തീറ്റിപ്പോറ്റുന്ന മനുഷ്യരായ ഉത്കൃഷ്ട സൃഷ്ടികളെ മാത്രമാണ് അള്ളാഹു തആല പരിഗണിക്കുന്നത്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെയാണ് സൂചിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ. ഇന്നാ ഖലഖിനാകും, തീർച്ചയായും നിങ്ങളെ ഞാനാണ് പടച്ചുണ്ടാക്കിയത്, മിൻ ദക്കരിൻ, ഒരാണിൽ നിന്നും, വ ഉൻസ, ഒരു പെണ്ണിൽ നിന്നും.
ഇവിടുത്തെ ഒരു മതക്കാർക്കും ഒരു വിശ്വാസക്കാർക്കും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഓരോ മതക്കാർക്ക് ഓരോ മാതാപിതാക്കൾ, അങ്ങനെയില്ല. എല്ലാവർക്കും ഒരേ മാതാവും പിതാവും. ആദം, ഹവ്വ, പരമേശ്വരൻ, പാർവതി, ഈ രീതിയിൽ ഭാഷകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മതങ്ങളിലേക്ക് വന്നപ്പോൾ ലക്ഷ്യം ഒന്നാണ്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ, ഒരാണിൽ നിന്നും ഉൻസ, ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയത്. മനുഷ്യരോട് അല്ലാഹു തആല പറയുന്നു, ഇവിടെയാണ് മാനുഷിക ബന്ധത്തിന്റെ പ്രസക്തി. മതം നോക്കാതെ, ജാതി നോക്കാതെ, ഇസം നോക്കാതെ, മറ്റൊരു തരത്തിലുള്ള ആത്മീയ ബന്ധനങ്ങളെയും നോക്കാതെ മനുഷ്യനെ മാത്രം പരിഗണിക്കുന്ന ഒരു വ്യവസ്ഥിതി. ഇതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ മുദ്രാവാക്യം. അതിന് ഇൻസാനിയത്ത് എന്നാണ് നാം പറയുക. നാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയുക. ഇസ്ലാമിൻ്റെ ഭാഷ അതിന് ഇൻസാനിയത്ത് എന്നാണ്. മനുഷ്യനാണോ അവനെ അള്ളാഹു ആദരിച്ചയച്ചതാണ് ഈ ഭൂമിയിലേക്ക്. ഖിലാഫത്ത് നൽകി ആദരിച്ച് ഭൂമിയിലേക്ക് അയച്ചതാണ്. അതുകൊണ്ട് തന്നെ സകല ജാതി മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ജന്മം കൊണ്ട് ഖിലാഫത്തിൻ്റെ അവകാശമുണ്ട്. ജന്മം കൊണ്ട് ആ ബഹുമാനത്തിന് അവകാശമുണ്ട്. ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നതല്ല, മനുഷ്യനായി ജനിച്ചോ എന്നതാണ് ഇസ്ലാം ഇതിൽ കാണുന്നത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് 2 ഉത്തരവാദിത്തങ്ങളാണ് നൽകിയത്. ഒന്നിവിടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കണം, രണ്ടാമത്തത് ആദർശം പൂർത്തിയാക്കണം. ആവശ്യങ്ങൾ പൂർത്തിയാക്കേണ്ടത് മരിക്കുന്നത് വരെയാണ്. ആദർശ പൂർത്തീകരണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ 2 പ്രബുദ്ധമായ ആദർശ വഴി. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ വിഷയത്തെ അല്ലാഹു തആല മനുഷ്യൻ എന്ന പരിഗണന വെച്ചുകൊണ്ടാണ് നൽകുന്നത്. രണ്ടാമത്തെ വിഷയത്തെ ഇസ്ലാമിൻ്റെ പരിഗണന വെച്ചുകൊണ്ടാണ് അല്ലാഹു നൽകുന്നത്. അതിന് നാം ഇസ്ലാമിയത്ത് എന്നാണ് പറയുക. മനുഷ്യനെ മൊത്തത്തിൽ പരിഗണിക്കേണ്ട വിഷയത്തിന് ഇൻസാനിയത്ത് എന്ന് പറയും. ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഇസ്ലാമിയത്ത് എന്ന് നാം പറയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് ഭൂമിയിൽ ഉത്തരവാദിത്വം നൽകിയത് ഇക്റാം, ആദരവിൻ്റെ പേരിലാണ്. ആ ആദരവ് മനുഷ്യനായി എന്നതിൻ്റെ പേരിലാണ്, മതക്കാരനായി എന്നതിൻ്റെ പേരിലല്ല. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ അള്ളാഹു സപ്ലൈ ചെയ്യുന്നത് മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല, മനുഷ്യനെ നോക്കിയിട്ടാണ്. അവൻ ഏത് വിശ്വാസക്കാരനാണ് എന്നത് അള്ളാഹു തആലക്ക് ഈ കാര്യത്തിൽ വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏത് മതത്തിൽ വിശ്വസിച്ചിട്ടാണ് നേരം വെളുപ്പിക്കുന്നത്, അവനിക്ക് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വഴി. മുസ്ലിമിൻ്റെ വിശപ്പ്, ഹിന്ദുവിൻ്റെ ദാഹം, ക്രിസ്ത്യാനിയുടെ രോഗം, അങ്ങനെ പറഞ്ഞിട്ടൊരു ദാഹമോ വിശപ്പോ ഇല്ല. മനുഷ്യൻ്റെ ദാഹം, മനുഷ്യൻ്റെ വിശപ്പ്, മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് അതേ ദീനുൽ ഇസ്ലാമിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് തന്നെ ആവശ്യ പൂർത്തീകരണത്തിന് അസ്ബാബുകളെ, വസ്തുക്കളെ, മെറ്റീരിയൽസ് അല്ലാഹു സപ്ലൈ ചെയ്യുന്നത് മനുഷ്യനെ നോക്കിയിട്ടാണ്. അതേ ബിസ്മി ചൊല്ലി കട തുറക്കുന്ന ഒരു മുസ്ലിമിന് വൈകുന്നേരമാകുമ്പോൾ വല്ലതും അല്ലാഹു തആലയാണ് കൊടുക്കുന്നത്. അവിടെ അവൻ്റെ ആദർശം നോക്കിയിട്ടല്ല, ആവശ്യം നോക്കിയിട്ടാണ്. യേശുവിനെ വിളിച്ച് കട തുറക്കുന്ന ക്രിസ്ത്യാനിക്ക് വൈകുന്നേരമാകുമ്പോൾ വല്ലതും കൊടുക്കുന്നത് അവൻ്റെ ആദർശം നോക്കിയിട്ടല്ല, അവൻ ആരെ വിളിച്ചിട്ടാണ് ഈ കട തുറന്നത് എന്ന് നോക്കിയിട്ടല്ല, അവൻ്റെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ദേവീ ദേവന്മാരുടെ പേരുച്ചരിച്ചുകൊണ്ട് കട തുറക്കുന്ന ഒരു ഹിന്ദു മതസ്ഥൻ, അവർക്കും വൈകുന്നേരമാകുമ്പോൾ ആവശ്യത്തിന് അള്ളാഹുവാണ് കൊടുക്കുന്നത്. അവരാരെയാണ് വിളിച്ചത്, ആരെ പേരിലാണ് കട തുറന്നത് എന്ന് അള്ളാഹു പരിഗണിക്കാറില്ല. ഒരു ശീഈ മതക്കാരൻ തൊട്ടടുത്തുള്ള ജാറത്തിൽ ദർഗയിൽ ചെന്ന് തങ്ങൾക്ക് വല്ലതും വഴിപാട് നൽകി ഇലാഹദ്റത്തി വിളിച്ച് ദുആ ചെയ്തിട്ടാണ് കട തുറക്കുക. വൈകുന്നേരം ആകുമ്പോൾ അയാൾക്കും വല്ലതും കൊടുക്കുന്നത് അള്ളാഹുവാണ്, അവൻ്റെ ആദർശം നോക്കിയിട്ടല്ല. ഒരു നിരീശ്വരവാദി, ഭൗതികവാദി ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്നവനാണ്, ആരോഗ്യത്തിലും പണത്തിലും വിശ്വസിക്കുന്നവനാണ്. ആരോഗ്യവും പണവും ഉണ്ടായാൽ എന്തുമാവാമെന്ന് വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദി രാവിലെ കട തുറക്കുന്നത് കാശുണ്ടാക്കാൻ എനിക്കെൻ്റെ ആരോഗ്യമുണ്ടെങ്കിൽ നടക്കുമെന്ന് വിശ്വസിച്ച ഭൗതികവാദി, അവനും വൈകുന്നേരമാകുമ്പോൾ വല്ലതും കൊടുക്കുന്നത് രാജരാജാവായ അള്ളാഹുവിൻ്റെ ദർബാറിൽ നിന്നാണ്, ഖസാനയിൽ നിന്നാണ്. ഇവിടെ അല്ലാഹു തആല ആദർശം നോക്കിയിട്ടോ അനുഷ്ഠാനം നോക്കിയിട്ടോ കർമ്മങ്ങൾ നോക്കിയിട്ടോ അല്ല, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് അവൻ്റെ മാനുഷികത നോക്കിയിട്ട് മാത്രമാണ്. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാന പ്രമാണം. രണ്ടാമതായിട്ട് അല്ലാഹു തആല ആയത്തിന് സൂചിപ്പിച്ചത് കുടുംബബന്ധത്തെയാണ്. രണ്ടാമതായിട്ട് കുടുംബബന്ധത്തെ, രക്തബന്ധം, വിവാഹബന്ധം, അതേപോലെ തന്നെ രക്തബന്ധം, വിവാഹബന്ധം, അതേപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ബന്ധങ്ങൾ. അതിന് അല്ലാഹു തആല പറഞ്ഞത് വജഅൽനാകും ശുഊബൻ വഖബായില, മനുഷ്യരായ നിങ്ങളെ ഞാൻ വ്യത്യസ്ത ഗോത്രക്കാരും വ്യത്യസ്ത
കുടുംബക്കാരുമാക്കി വേർതിരിച്ചത് എന്തിനാണെന്നറിയുമോ? ലി തആറഫു, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇടപെട്ട് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കുടുംബത്തെ പരിഗണിക്കാം. അതെ, ഒന്നാമതായിട്ട് സ്വന്തം നഫ്സിനെ പരിഗണിക്കുക, ശരീരത്തെ. രണ്ടാമതായിട്ട് മാതാപിതാക്കളെ പരിഗണിക്കുക. മൂന്നാമതായിട്ട് ഭാര്യ മക്കളെ പരിഗണിക്കുക. നാലാമതായി വൽ ജാരിദിൽ ഖുർബ, അയൽവക്കക്കാരെ പരിഗണിക്കുക. അഞ്ചാമതായി ആ നാട്ടുകാരായ മുസ്ലിമീങ്ങളെ പരിഗണിക്കുക. അഞ്ചാമതായി നാട്ടിലെ മറ്റ് മതക്കാരെ പരിഗണിക്കുക. ആറാമതായിട്ട് മൊത്തത്തിലെ രാജ്യക്കാരെ പരിഗണിക്കുക. ഏഴാമതായിട്ട് മൊത്തത്തിൽ ഭൂമിയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും പരിഗണിക്കുക. ഏഴാമതായിട്ട് ഭൂമിയിലുള്ള മനുഷ്യരെ പരിഗണിക്കുക. എട്ടാമതായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ പരിഗണിക്കുക. ഒമ്പതാമതായിട്ട് ഭൂമിയെ മൊത്തത്തിൽ പരിഗണിക്കുക. പത്താമത് ഈ പ്രപഞ്ചത്തെ മുഴുവനത്തിനെയും പരിഗണിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എന്ത് സുന്ദരമാണ് ഇസ്ലാമിൻ്റെ പ്രമേയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സുന്ദരമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമതായിട്ട് മനുഷ്യനെ പരിചയപ്പെടുത്തി തന്നു അല്ലാഹു തആല. നമുക്ക് ചുറ്റുമുള്ള മാനവ ലോകത്തെ, ഭൂലോകത്ത് 1100 കോടിയോളം ജനങ്ങളുണ്ട്. മതമോ ജാതിയോ വിഷയമാക്കാതെ മനുഷ്യന്റെ ആവശ്യത്തെ ആയിരിക്കണം നാം ദർബാറിൽ അള്ളാഹുവിനോട് പറയേണ്ടത്. ദർബാർ അള്ളാഹുവിൻ്റെതാണ്. ആവശ്യങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആവശ്യങ്ങളെ പരിഹരിക്കാനുള്ള അസ്ബാബുകളുടെ മെറ്റീരിയൽസിന്റെ നാഥൻ അള്ളാഹുവാണ്. ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിലുള്ള വസ്തുക്കളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഭൂമിന്റെ ഉള്ളകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഖനിവസ്തുക്കളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആകാശത്തിന്റെ ഇടയിൽ ആകാശത്തിന്റെ ചോട്ടിലുള്ള മുഴുവൻ സംവിധാനങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് മനുഷ്യകുലത്തിന്റെ ആവശ്യങ്ങൾ ചോദിക്കാൻ വിധിക്കപ്പെട്ടവർ ഈ ഇരിക്കുന്ന മോമിനീങ്ങളാണ്. മോമിനീങ്ങൾ ഉത്തരവാദിത്തം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര വിശാലമാണ് ഒരു സത്യവിശ്വാസിയുടെ, ഒരു മോമിനിന്റെ, ഒരു മുവഹിദിന്റെ ഉത്തരവാദിത്വം. ആർക്ക് വേണ്ടിയൊക്കെയാണ് ആകാശത്തിൽ നിന്ന് ദർബാറിന്റെ റബ്ബിനോട് ദർബാറിൽ നിന്ന് ആർക്ക് വേണ്ടിയൊക്കെയാണ് ചോദിച്ചു വാങ്ങേണ്ടത്? വെറുതെ അല്ല റമദാനിൽ അവസാനത്തെ 10 നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. ലോകത്തിന് വേണ്ടി ഉടമസ്ഥനോട് ഇരുട്ടത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ യാചിച്ച് ചോദിച്ച് വാങ്ങിക്കൊടുക്കാൻ വിധിക്കപ്പെട്ട ഔദ്യോഗിക ഏജന്റുമാരാണ് മുവഹിദുകൾ, തൗഹീദിന്റെ വക്താക്കൾ. മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. അല്ലാഹു തആല ഇവിടെ കുടുംബബന്ധം പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞത് ആദർശബന്ധത്തെയാണ്. ആയത്തിന്റെ അവസാനം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. കുടുംബബന്ധവും മാനുഷിക ബന്ധവും പാലിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കൂട്ടത്തിൽ ആദർശപരമായിട്ട് ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തവർ തഖ്വയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു അള്ളാഹു. ഒരായത്തിൽ 3 വിശാലമായ കാര്യം ചർച്ച ചെയ്ത രീതി ഒന്ന് ആലോചിക്കുക. ബാക്കി നിങ്ങൾ പഠിച്ചോളണം. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, മാനുഷിക ബന്ധം. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, കുടുംബ ബന്ധം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ആദർശ ബന്ധം. ഈ 3 കാര്യങ്ങളാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നേടിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് സംസാരിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്കൊരു വിഷയം ഞാൻ സൂചിപ്പിച്ചു തരാം. അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി മദീന മുനവ്വറയിൽ എത്തുകയാണ്. ത്യാഗത്തോടുകൂടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 13 ദിവസത്തെ കടുകടുത്ത യാതനകളുടെ യാത്ര അവസാനിച്ച അഷ്റഫുൽ ഖൽഖ് ഖുബായിലെത്തുകയാണ്. ഖുബായിലെത്തി അവിടെ ഒരു പള്ളി നിർമ്മിക്കുന്നു ഹബീബ്. ഇന്ന് കാണുന്ന മസ്ജിദ് ഖുബ. മദീന വ്യത്യസ്ത മതക്കാരുടെ രാജ്യമാണ്. ജൂത സമൂഹം ജീവിക്കുന്നത് മദീനയിൽ. ബനു ഖുറൈള, ബനു നളീർ, ബനു ഖൈനുഖാ ഗോത്രക്കാര്. മറ്റ് മതക്കാരുണ്ട്, ശിർക്കിന്റെ മതക്കാർ. മരിച്ചുപോയ മഹാന്മാരെ ഇടയിൽ നിർത്തി അള്ളാഹുവിനെ സ്വാധീനിക്കാൻ മെനക്കെടുന്ന ഔസ് ഖസ്റജ് ഗോത്രക്കാര്. പിന്നെ ഉള്ളത് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആയിരക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ. ഹബീബ് മദീനത്തെത്തുമ്പോൾ മദീനത്തിന്റെ അവസ്ഥയാണത്. ഖുബായിലെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖിനെ കാണാൻ എല്ലാ മതക്കാരും വന്നു. ജാതി മതഭേദമന്യേ സകല മതക്കാരും ഹബീബായ തങ്ങളെ കാണാൻ വന്നു. ഓരോരുത്തർക്കും തിക്കിത്തിരക്കിന്റെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ എത്തി എന്നുള്ള വൃത്താന്തം ആ രാജ്യക്കാരെ അറിയിക്കുന്ന ആരാന്നറിയോ? ഒരു ജൂതൻ. അയാൾ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഈത്തപ്പന മരത്തിന്റെ മുകളിൽ നിന്നെന്തോ പണിയെടുത്തോണ്ടിരിക്കുകയാണ്.
അപ്പം മൂപ്പര് കാണുകയാണ് മരുഭൂമിയുടെ അങ്ങേ അറ്റത്തുനിന്ന് വെളുത്ത വസ്ത്രം ധരിച്ച രണ്ട് ഒട്ടകവുമായിട്ട് വരുന്നത്. ആ ജൂതന് മനസ്സിലായി ദിവസങ്ങളോളമായി മുസ്ലിമീങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകനാണത് എന്ന്. ആ ജൂതൻ ഈത്തപ്പനയുടെ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ അറബ്, ഓ ഹർബികളെ, ദാ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആള് വരവായി കേട്ടോ എന്ന്. എത്ര ആർത്തിയോടെ ആവേശത്തോടെയാണെന്നറിയുമോ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അവിടെയൊന്നും നാം എന്ത് കാണുന്നില്ല? ആദർശപരമായ വർഗീയതകളോ വിഭാഗീയതകളോ ഒന്നും അവരിൽ നിന്ന് കാണുന്നില്ല. ഇപ്പുറത്തുനിന്നാണെങ്കിൽ ഔസ് ഹസ്രത്ത് ഗോത്രത്തിൽ സകലരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവർക്കും അഷ്റഫുൽ ഖൽക്കിനെ ഒന്ന് കാണണം, ജാതി മത ഭേദമന്യേ. അങ്ങനെയാണ് അവർ പഠിച്ചതും മനസ്സിലാക്കിയതുമൊക്കെ. ആ കൂട്ടത്തിൽ ഒരാൾ ഹാജരായി. അയാളെ പേര് ഹുസൈൻ ഇബ്നു സലാം എന്നാണ്. അദ്ദേഹം ജൂത പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തൗറാത്ത് പഠിക്കലും പഠിപ്പിക്കലുമാണ്. തൗറാത്ത് വളരെ വിശദമായി പഠിച്ച് അതിലടങ്ങിയിരിക്കുന്ന ആയാത്തുകളെ വിവരിച്ചു കൊടുക്കുന്ന ജോലിയാണ് അദ്ദേഹം പണ്ഡിതനാണ്. യസ്രിബിൽ കുറെ കാലമായി അദ്ദേഹം ജീവിക്കുന്നു. ബനു ഖൈനുഖാ ഗോത്രക്കാരനാണ്. അദ്ദേഹം തൗറാത്ത് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ തൗറാത്തിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. വരുന്ന പ്രവാചകന്റെ നിറം ഇന്നതാണെന്ന് തൗറാത്തിലുണ്ട്. വരുന്ന പ്രവാചകന്റെ ഉയരം ഇത്രയാണെന്ന് തൗറാത്തിലുണ്ട്. വരുന്ന പ്രവാചകന്റെ മുഖത്തിന്റെ രൂപം ഇന്നതാണെന്ന് തൗറാത്തിലുണ്ട്. വരുന്ന പ്രവാചകന്റെ നടത്തം ഇന്ന രീതിയിലാണെന്ന് തൗറാത്തിലുണ്ട്. വരുന്ന പ്രവാചകന്റെ സംസാരം മുത്തുമണി പോലത്തെ സംസാരം എന്താണെന്ന് തൗറാത്തിലുണ്ട്. അത് വായിച്ചു പഠിച്ച ഹുസൈൻ ഇബ്നു സലാം മുസ്ലിമീങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകൻ ഇത് തന്നെയാണാവാണ് സാധ്യത. കാരണം തൗറാത്തിലുണ്ട് ഈത്തപ്പന മരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു രാജ്യത്തേക്കായിരിക്കും അയാൾ വരിക എന്ന്. മദീന ഈത്തപ്പനത്തിന്റെ നാടാണ്. ആ മദീനയിൽ ഈത്തപ്പനത്തിന്റെ ഇടയിലാണ് ഖുബായിൽ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും തൗറാത്തിൽ പറഞ്ഞ മുഹമ്മദ് എന്ന പ്രവാചകൻ അഹമ്മദ് എന്ന പ്രവാചകനാണെന്ന് വിശ്വസിച്ച ഹുസൈൻ ഇബ്നു സലാമിനെ ആ പ്രവാചകനെ ഒന്ന് കാണണം. തൗറാത്തിൽ വിശദീകരിച്ച് പഠിച്ച പൂർവ്വവേദത്തിലെല്ലാം ക്രിസ്ത്യാനികൾക്കും നന്നായിട്ട് അറിയാം. ഇന്ന് നിലനിൽക്കുന്ന ബൈബിളിൽ പോലും ഈ അഷ്റഫുൽ ഖൽക്കിന്റെ ഈ പറയപ്പെട്ട എല്ലാ ഗുണങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹുസൈൻ ഇബ്നു സലാം വീട്ടിൽ നിന്ന് ആർത്തിയോടെ ഇറങ്ങി. പെങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇത്ര ആർത്തി? എടോ, തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ വരവായി അവരാണ് നാട്ടിൽ വന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങളുടെ ഇമ്രാന്റെ മകൻ മൂസയൊന്നും അല്ലല്ലോ ഇത്ര ആവേശം കൊള്ളാൻ. അതെ, ആ മൂസന്റെ സഹോദരനാണ് ഈ വന്ന മുഹമ്മദ്. ഞാൻ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരട്ടെ. അങ്ങനെയാണ് ഹുസൈൻ ഇബ്നു സലാം ഖുബായിലെത്തുന്നത്, ഹബീബായ മുത്തായ പൂവായ റസൂലുള്ളാഹിയെ കാണാൻ. അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ഈ ഹദീസ് വിശദീകരിക്കുന്നത് പിന്നീട് അദ്ദേഹമാണ്. ഹുസൈൻ ഇബ്നു സലാമാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നതിൽ പാശ്ചാത്തലം വേറെയുണ്ട്. അദ്ദേഹം ജനങ്ങളെ തിക്കി തിരക്കി അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിലെത്തി. അഷ്റഫുൽ ഖൽക്കിനെ കണ്ണു നിറച്ചും കണ്ടു. ആ സമയത്ത് ഹുസൈൻ ഇബ്നു സലാം പറഞ്ഞു, ജൂത പുരോഹിതൻ പറഞ്ഞു, തീർച്ചയായും അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അദ്ദേഹം കദ്ദാബുകളുടെ അടയാളക്കാരനല്ല, കളവ് പറയുന്ന ആളല്ല, സത്യമേ അയാൾ പറയൂ എന്ന ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ട് വീണ്ടും ഞാൻ കടന്നു. ആ മുഹമ്മദിന്റെ അടുത്ത് ഞാൻ കടന്നു നിന്നിട്ട് എല്ലാവരെയും തിക്കിത്തിരിക്കിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ ആ മുഹമ്മദോട്, ഞാൻ ഹുസൈൻ ഇബ്നു സലാമാണ്, അങ്ങയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും അഷ്റഫുൽ ഖൽക്ക് പ്രാരംഭ പ്രസംഗം നടത്തി. ഞാൻ പറഞ്ഞു തീർത്തുതരാം, അല്ലാഹു തആല തണലിട്ട് തരും, സബൂർ ചെയ്തിരിക്കുക. പ്രാരംഭ പ്രസംഗം മദീനത്തെത്തിയ ഉടനെ തന്നെയുള്ള ഹബീബായ മുത്തിന്റെ കന്നി പ്രസംഗം, അഷ്റഫുൽ ഖൽക്കായ മുത്തിന്റെ ആരംഭ പ്രസംഗം, അഭിസംബോധനം മനുഷ്യരോടാണ്. സുവഹിതങ്ങൾ എന്താ പറയുന്നത് എന്നിങ്ങനെ ജൂതഗോത്രത്തിലെ തലവന്മാർ നോക്കിക്കാണുകയാണ്. എന്താണ് പറയുന്നത് എന്ന് ഔസ് ഖസ്റജ് ഗോത്രക്കാര്, അവർ മുശ്രിക്കീങ്ങളാണ്, ഇടയാളന്മാരാണ്. അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദിന്റെ നേതൃത്വത്തിൽ പണ്ട് ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈറിന്റെ നേതൃത്വത്തിൽ ഒരു കൊല്ലം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവർ ഇങ്ങനെ മൂന്ന് വിഭാഗവും ഇങ്ങനെ കാതോർത്ത് കാക്കുകയാണ്. ഈ പൂനിലാവ് പോലെ തിളങ്ങുന്ന മുഖമുള്ള പ്രവാചകൻ, കറുകറുത്ത പുരികമുള്ള പ്രവാചകൻ, കറുത്ത കൃഷ്ണമണിയുള്ള വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത കൃഷ്ണമണിയുള്ള പ്രവാചകൻ, തുടുത്തുടുത്ത കവിൾത്തടങ്ങള്, വിശാലമായ മുഖം, കറുകറുത്ത താടി, അതേപോലെ തന്നെ കറുത്ത പുരികം, എല്ലാം കൊണ്ടും അതേ ചുമല് വരെ നീണ്ടുകിടക്കുന്ന മുടി. എന്തൊരു സൗന്ദര്യമാണ് പ്രവാചകൻ! മാഷാ അല്ലാഹ്, നമ്മുടെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് നമ്മൾ വിശദീകരിച്ചതല്ല, ജൂത പുരോഹിതന്മാർ വിശദീകരിച്ചത്, ക്രൈസ്തവ പുരോഹിതന്മാർ വിശദീകരിച്ചത്, ഹൈന്ദവ സന്യാസിമാർ വിശദീകരിച്ചത്,
ലോകത്തുള്ള നിരീശ്വരവാദികളെ നേതാവ് പോലും വിശദീകരിച്ചത്. ആ പ്രവാചക മുത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കാൻ, ആദ്യമായിട്ട് കേൾക്കാൻ കാത്തിരിക്കുകയാണ് മദീന നിവാസികൾ. ഹബീബായ തങ്ങൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുകയാണ്, തണലത്ത്. അബൂബക്കർ സിദ്ദീഖ് തുണി കൊണ്ട് വെയിൽ മറച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ആദ്യത്തെ പ്രഭാഷണം ഹംദും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം സൗന്ദര്യമുള്ള ആ ശബ്ദം, മുത്തുമണി പോലത്തെ ശബ്ദം, ഒരു മാല പൊട്ടിയാൽ മണി ഏത് രീതിയിലാണോ വീഴുന്നത് അതേപോലെയാണ് ഹബീബിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ. അനുയായികളാണ് ഇത് വിശേഷിപ്പിക്കുന്നത്, സാങ്കല്പിക കഥാപാത്രങ്ങളെ അല്ല വിശദീകരിപ്പിക്കുന്നത്. ലോകത്തേക്ക് വന്ന പ്രവാചകനെ, ആ പ്രവാചകൻ സംസാരം ആരംഭിച്ചു. അയ്യുഹന്നാസ്, ഹബീബായ മുത്തിന്റെ ആദ്യത്തെ സംബോധനം അയ്യുഹന്നാസ്. ഹോ മാലോകരെ, അവിടെ കൂടിയിരിക്കുന്ന ജൂതന്മാർ, അവിടെ കൂടിയിരിക്കുന്ന മറ്റു മതക്കാർ, അവിടെ കൂടിയിരിക്കുന്ന മുസ്ലിമീങ്ങൾ, അവിടെ കൂടിയിരിക്കുന്ന സ്വന്തം അനുയായികൾ, മുഹാജിരീങ്ങൾ, അൻസാരികൾ, അവരെയാണ് ശിഫുൽ ഹക്കായ മുത്ത് മദീന മുനവ്വറിന്റെ മണ്ണിൽ നിന്ന് ആദ്യമായി അഭിസംബോധനം ചെയ്യുന്നത്. അയ്യുഹന്നാസ്, ഹോ മാലോകരെ, ഹോ മനുഷ്യരെ. സുബ്ഹാനല്ലാഹ്. 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ 4 കാര്യങ്ങളാണ് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരം. ആ 4 കാര്യങ്ങളാണ് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരം. അതിൽ ഒന്നാമത്തെ കാര്യം അഫ്ശുസ്സലാം. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാകുക, റസൂലുള്ളാഹി തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗം നിസ്കരിച്ചോ, നോമ്പോറ്റോ, ഹജ്ജ് ചെയ്തോ, സക്കാത്ത് കൊടുത്തോ എന്നൊക്കെ പറയുന്നതായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടാകുക. അല്ല, വളരെ സിമ്പിളായി ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്നു അഷ്റഫുൽ ഖൽഖായ മുത്ത്. എന്താ ആദ്യത്തെ വാക്ക്? അഫ്ശുസ്സലാം. നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കണം, വ്യാപിപ്പിക്കണം. വർദ്ധിപ്പിക്കണം, വ്യാപിപ്പിക്കണം. ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ആ സലാം പറയാൻ നിങ്ങൾ മടിക്കരുത്. അത് വെറും ആചാരവാക്കല്ല. ഈ ഭൂലോകത്ത് മനുഷ്യ സൃഷ്ടിക്ക് ആകാശത്തിൽ നിന്ന് കിട്ടാനുള്ള അനുഗ്രഹത്തിന്റെ ആദ്യത്തെ വാക്കാണ് സലാം. സലാമോടൊപ്പം റഹ്മത്തുള്ള. എന്താണ് ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ? റഹ്മത്തിന് 3 അർത്ഥമാണുള്ളത്. നമ്മൾ കരുണ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ചുരുക്കി കളഞ്ഞതാണ്. 3 അർത്ഥമാണ് റഹ്മത്തുള്ളാഹി വബറകാതുഹുവിനുള്ളത്. ഒന്നാമത്തെ അർത്ഥം എന്താണ്? ഹിഫ്ലുൽ തലബുൽ മഖ്സൂദാത്ത്, ഹുസൂലുൽ മഖ്സൂദാത്ത്, ആവശ്യമുള്ള ആവശ്യ പൂർത്തീകരണത്തിന് ആവശ്യമായത് മുഴുവനും കരസ്ഥമാകുക. അതേപോലെ തന്നെ ഹിഫ്ലുൽ മഹദൂറാത്ത്, ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മുഴുവനും സംരക്ഷിച്ച് കിട്ടുക. മൂന്നാമത്തത് ഗുഫ്റാനുദ്ദുനൂബി വൽ ഖത്തായ, ചെറുതും വലുതുമായ പാപങ്ങളെ പുറത്ത് കിട്ടുക. നമ്മളിപ്പോ ഒരാളെ കണ്ടു, അസ്സലാമു അലൈക്കും, അതിലടങ്ങിയിരിക്കുന്ന വാചകങ്ങളാണിത്. ഇനി മറ്റുള്ളവർക്ക് പൊറുക്കലിനെ തേടാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് സലാമൊന്നും പറയാൻ മടിക്കണ്ട. ഹബീബായ മുത്താണ് ഈ സലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. മല്ലം യഅരിഫ് മാലം യഅരിഫ്, അറിയുന്നവർക്കും അറിയാത്തവർക്കും ആദ്യം കാണുമ്പോൾ അസ്സലാമു അലൈക്കും ധൈര്യമായിട്ട് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. അള്ളാഹുവിന്റെ റസൂല് മദീന മുനവ്വറയിൽ വെച്ച് പറഞ്ഞ ആദ്യത്തെ വാക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോളി. ഭക്ഷിപ്പിച്ചോളി. ആവശ്യക്കാർക്ക്, വിശക്കുന്നവർക്ക്. അവിടെ മതം നിങ്ങൾ നോക്കണ്ട, അവിടെ ജാതി നിങ്ങൾ നോക്കണ്ട, അവിടെ രാഷ്ട്രീയം നിങ്ങൾ നോക്കണ്ട, അവിടെ സംഘടന നിങ്ങൾ നോക്കണ്ട. അതീമുത്താം, വിശക്കുന്നവരുണ്ടാകാൻ പാടില്ല നമ്മുടെ കൂടെ. നാം ജീവിക്കുന്ന നാട്ടിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. അവരേത് മതജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നമുക്കറിയണ്ട. മനുഷ്യൻ അവൻ പട്ടിണി കിടക്കുന്നവനാകാൻ പാടില്ല. ഹബീബായ മുത്തൊരു പുതിയ ചരിത്രം നിർമ്മിച്ചുകൊണ്ട് മദീന മുനവ്വറയിൽ ആദ്യം നടത്തിയ പ്രസംഗമാണ്. ഒരു പുതിയ ചരിത്രം മദീനയിൽ തുടങ്ങുകയാണ്. മക്കയിൽ നിന്ന് 13 കൊല്ലക്കാലത്തെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി സകലതും എല്ലാം നേടി മദീനയിൽ ഉറ്റവരും ഉയവരുമായി മുഹാജിറുകളും അൻസാരികളും നിലത്ത് വെക്കാതെ ആദരിച്ച് ബഹുമാനിച്ച ഹബീബായ മുത്ത് സന്തോഷത്തിലാണ്. ആ സമയത്താണ് ഹബീബായ മുത്ത് പറയുന്നത്, അല്ലാഹു തആല മനുഷ്യനോടാണ് പറഞ്ഞത്, മുസ്ലിമീങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്ഷണം നൽകണം ആവശ്യമുള്ളവർക്ക്. സ്വന്തം ആവശ്യമുള്ളപ്പോൾ തന്നെ നൽകണം. ഇത് എനിക്ക് തിന്നാനേ ഉള്ളൂ എന്ന് കരുതരുത്. എനിക്ക് തിന്നാനേ ഉള്ളൂ എങ്കിലും അത് ഓഹരി വെക്കും നിന്റെ അയൽവക്കക്കാരനും കൂടി. അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സാശിക്കുന്നു അത് തിന്ന് തീർക്കാൻ. പക്ഷേ എൻ്റെ അയൽവക്കത്തൊരു കുടുംബമുണ്ട്, അത് മുസ്ലിമോ ഹിന്ദു എന്ന് എനിക്ക് നോക്കണ്ട, അവനിക്കും കൊടുക്ക് പകുതി. അതാണ് അലാ ഹുബ്ബിഹി മിസ്കീനൻ. മിസ്കീനൻ, തികയാത്തവനിക്ക് കൊടുക്കിൻ.
ഔ മിസ്കീനൻ ഔ ഫഖീറൻ, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവനിക്ക് കൊടുക്കിൻ. വഅസീറ, ബന്ധനസ്ഥവരായവർക്ക് കൊടുക്കിൻ. അറസ്റ്റിലായിരിക്കും ചിലപ്പോൾ ആ രക്ഷിതാവ്, ആ വീട്ടുകാരൻ, ആ കുടുംബം പട്ടിണി കിടക്കാൻ പാടില്ല, ആ പേരും പറഞ്ഞിട്ടൊരു മുസ്ലിം ജീവിച്ചിരിക്കുന്ന കാലത്തോളം. ഇതാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ രണ്ടാമത്തെ ദൗത്യം. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം പാലിക്കുക, നിങ്ങളെ ബന്ധങ്ങളെ നിങ്ങൾ ഊട്ടി ഉറപ്പിക്കുക. നിങ്ങളെ മാതാപിതാക്കളാണ് ആദ്യത്തെ ബന്ധം, ഭാര്യ മക്കൾ രണ്ടാമത്തെ ബന്ധം, അയൽവക്കക്കാര് മൂന്നാമത്തെ ബന്ധം. ഈ അയൽവക്കക്കാരെ നോക്കുമ്പോൾ നിങ്ങൾ മതത്തെയും ജാതിയെയും പരിഗണിക്കേണ്ടതില്ല, അയൽവക്കക്കാരനെ നോക്കിയാൽ മതി. നിങ്ങളുടെ നാട്ടുബന്ധം, നാട്ടിലെ മുസ്ലിമീങ്ങൾ ഒന്നാമതായി, മനുഷ്യരെ മുഴുവനും അനുബന്ധമായി. പിന്നെ രാജ്യം, ഇന്ത്യ രാജ്യം, ആ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളും ആ രാജ്യത്തുള്ള മറ്റ് ജനങ്ങളും, അത് കഴിഞ്ഞിട്ട് ലോകവും ലോകത്തുള്ള മനുഷ്യരും. ഇതാണ് ഇത്ആമിന്റെ വിഷയത്തിൽ നാം പരിഗണിക്കേണ്ടത്. അവൻ ശത്രുവാണോ, അവൻ മിത്രമാണോ, അവൻ അപകടകാരിയാണോ, അവൻ നമ്മളെ കൊല്ലാൻ നടക്കുന്നവനാണോ, അവൻ നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ മെനക്കിടുന്നവനാണോ, അവന്റെ കൊടി എന്ത് കളറാണോ, അവന്റെ പതാക, ഇതൊന്നും ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം വിഷയമല്ല. അവൻ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നാലാമത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല, എനിക്കറിയാം ഈദുൽ ഫിത്തറിന്റെ ദിവസമാണെന്ന്. നാലാമത്തെ വിഷയം അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞത് വഖിയാമുൽ ലൈലി വന്നാസു നിയാം. അല്ലാഹു അക്ബർ. മേൽ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒരു മുസ്ലിം വീണ്ടെടുക്കേണ്ടത് അർദ്ധരാത്രിയിൽ പാതിരാ നേരത്ത് ഉടമസ്ഥനായ ദർബാറിൽ നിന്ന് ചോദിച്ചു വാങ്ങിയിട്ടായിരിക്കണം. വഖിയാമുൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. വന്നാസു നിയാം, ആ രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവനും നല്ല ഉറക്കത്തിലാണ്. OBC മുസ്ലിമീങ്ങൾ ഉറക്കത്തിലാണ്, ഷിയാക്കൾ ഉറക്കത്തിലാണ്, ജൂതനസാറ ഹിന്ദു വിഭാഗം ഉറക്കത്തിലാണ്. ഉറങ്ങട്ടെ, അവർ സുഖമായി ഉറങ്ങട്ടെ. നമുക്ക് ഉറക്കം വരില്ല, കാരണം ആ ഉറങ്ങുന്നവരുടെ ദുനിയാവിലെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവര് ഈ ഉറക്കമൊഴിഞ്ഞ് പള്ളിയിൽ കഴിഞ്ഞുകൂടിയ മുസ്ലിമീങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം വരുന്ന പ്രശ്നമില്ല. അവസാനത്തെ 10ന്റെ രാത്രിയിൽ എല്ലാ ദിവസവും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഹബീബായ മുത്ത് പറഞ്ഞു യൻസിലുല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല ഇറങ്ങുന്നതാണ്. ഫിസ്സമാഇ ദുനിയ, ഭൗതികമായ ഒന്നാം ആകാശത്തിൽ അല്ലാഹു തആല ഇറങ്ങുന്നതാണ്. ബഅദ സുലുസൈൽ ലൈൽ, രാത്രിയിൽ 2 കഴിഞ്ഞാൽ, അഥവാ ഒരു 2 മണിക്കൂർ, 2 മണി, രാത്രി 2 മണി 2:30 മണിയാകുമ്പോൾ ഈ സമയത്ത് മുഅ്മിനീങ്ങൾ പള്ളിയിലാണ്, ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ്. ഭാഗ്യവാന്മാർ, ഭാഗ്യദോഷികൾ സുന്ദരമായ ഉറക്കത്തിലാണ്, ഭാഗ്യം കെട്ടവർ ഉറക്കത്തിലാണ്. അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് വിളിക്കുന്നു, അലാ മുസ്തഗ്ഫിരിൻ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ചോദിക്കുന്ന എന്നോട്, ഞാൻ പുറത്തു തരാൻ കാത്തിരിക്കുകയാണ്. ഉറങ്ങുന്നവൻ ഇത് കേൾക്കുകയില്ല, ശസിക്കുന്നവൻ ഇത് കേൾക്കുകയില്ല. രാത്രി ഇശാവും കഴിഞ്ഞ് കുറച്ചരക്കയത്ത് നിസ്കരിച്ചു പോയി കിടന്നുറങ്ങുന്നവനിക്ക് ഈ കേൾവി കേൾക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു ഇറങ്ങുന്ന സമയം പാതിരാക്ക് ശേഷമാണ്. രണ്ടാമത്തെ വിളി, നിങ്ങൾക്ക് ആവശ്യങ്ങളൊന്നും ഇല്ലേ? നിങ്ങൾക്ക് റിസ്ക്, ഭക്ഷണം വേണ്ടേ, വെള്ളം വേണ്ടേ, ക്ഷാമമാണോ, ക്ഷേമം വേണ്ടേ, വരൾച്ചയാണോ, വെള്ളം വേണ്ടേ? ചോദിക്കും. ഞാനിതാ തീരുമാനം എടുക്കാൻ പോവുകയാണ്. അതെ, റമദാന്റെ അവസാനത്തെ 10 ഒരു രാത്രിയിലാണ് അടുത്ത കൊല്ലത്തെ 11 മാസത്തേക്കുള്ള മുഴുവൻ തീരുമാനം നടക്കുന്നത്. ആ തീരുമാനം നടക്കുന്ന സമയത്ത് നമ്മളെവിടെ? അള്ളാഹുവിന്റെ പള്ളിയിലും അതേപോലെ സ്വന്തം വീട്, ഭാര്യ മക്കളുമായി ഉറക്കമൊഴിഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൊരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വവും അവന്റെ മാന്യതയും. അവിടെ ആരും അന്യരില്ല, ആരും ഇല്ല കൂട്ടരെ അന്യര്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സംഘടനക്കാരും. അങ്ങനെ ഒരു ധാരണ മുസ്ലിമിന്റെ മനസ്സിലേക്കില്ല. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പാതിരാക്ക് പള്ളിയിൽ പോയിരുന്നിട്ട് ചോദിക്കുന്നത് സ്വന്തത്തിന് വേണ്ടി, സ്വന്തം മാക്കുപ്പാക്കും വേണ്ടി, സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടി, ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി. അവരറിയുന്നില്ല, ആരും ഈ കൊലവിളിയുമായി നടക്കുന്നവരാരും അറിയുന്നില്ല. അവർക്ക് വേണ്ടിയും കൂടി ഉടമസ്ഥനായ അള്ളാഹുവിനോട് ദർബാറിൽ നിന്ന് ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ് ഈ മുസ്ലിം ഉമ്മ എന്ന് ഇവരറിയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അത് അറിഞ്ഞിരിക്കും, ഒരു ദിവസം അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കും. മദീന മുനവ്വറയിലെ ജനം മനസ്സിലാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നാസു നിയാം. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, പാതിരാത്രിയിൽ അള്ളാഹുവുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമേ മേൽ പറയപ്പെട്ട 3 കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇഫ്ശാഉസ് സലാം, ഇത്ആമു തആം,
അതേപോലെ തന്നെ സിലത്തുർ റഹിം. ആ 3 കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് അഷ്റഫ്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, തദ്ഖുലുൽ ജന്നത ബിസലാം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തോളിൻ, നല്ല ആവേശത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ബിസലാം, നല്ല സുരക്ഷമായ സ്വർഗം നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു തആല ഭാരമേറിയ ഏതോ തലയിൽ വെച്ച് തന്നിട്ട് സ്വകാര്യമായിട്ട് എന്തോ ഗൂഢാലോചന നടത്താനൊന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്, പരസ്യമായ കാര്യമാണ്. മസ്ജിദിൽ ഇപ്പൊ മദീന വരുമ്പോൾ എത്തിയ ഖുബായിൽ എത്തിയ റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായിട്ട് ജനത്തോട്, ഈ സമയത്താണ് ഹുസൈൻ ബിൻ സലാം അഷ്റഫുൽ ഖൽഖിനോട് പോയിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, എനിക്ക് നിങ്ങളെ അംഗീകരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിങ്ങളെ പേരെന്താണ്, ഊരേതാണ്? ഞാൻ ബനൂ ഖൈനുഖാ ഗോത്രത്തിലെ പുരോഹിതനാണ്, പണ്ഡിതനാണ്. തൗറാത്തിൽ നിന്ന് ഞാൻ ഇതൊക്കെ വായിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളെ പ്രവാചകനാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. എനിക്ക് നിങ്ങളുടെ പ്രവാചകത്വം സ്വീകരിക്കണം. എന്നാൽ ശരി, നീ ഷഹാദത്തിൽ ഏർപ്പെട്ടോളി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഹുസൈൻ ബിൻ സലാം മുസ്ലിമായി. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഹുസൈൻ, നിങ്ങളെ പേര് മാറ്റണം. ഈ ഹുസൈൻ ബിൻ സലാം ശരിയില്ല, അബ്ദുല്ലാഹി ബിൻ സലാം എന്ന് നിങ്ങളെ പേരാക്കണം. അതാണ് നമ്മളെ സുപ്രസിദ്ധനായ മദീനയിൽ നിന്ന് ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന അബ്ദുല്ലാഹി ബിൻ സലാമിനെ പറ്റി കേട്ടിട്ടില്ലേ? അതാണ് ഇദ്ദേഹം. ഈ അബ്ദുല്ലാഹി ബിൻ സലാം വീട്ടിലേക്ക് പോയി സന്തോഷത്തോടു കൂടി, ആവേശത്തോടു കൂടി ഭാര്യയോടും മക്കളോടും പെങ്ങളോടും പറഞ്ഞു. അവരെല്ലാം ഇസ്ലാമിലേക്ക് വന്ന് ഷഹാദത്ത് പറഞ്ഞു. അതെ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ ജീവിക്കും? ഈ മുഹമ്മദ് നബി പറയും പോലെ ജീവിക്കും. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹുസൈൻ ഇപ്പോൾ അബ്ദുല്ലാഹി ബിൻ സലാമിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൈനുഖാ ഗോത്രക്കാരെ നമുക്ക് ക്ഷണിക്കണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾക്കറിയോ, അന്നൽ യഹൂദ ഖൗമു ബുഹ്തിൻ, ജൂതന്മാർ എന്ന് പറഞ്ഞാൽ പച്ച കള്ളം പറയുന്നവരും ചതിയന്മാരുമാണ് നബിയെ. അവരെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടൂല നബിയെ. ഏത് സമയത്തും എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാണ് ജൂതന്മാർ. സ്വന്തം പുരോഹിതൻ അനുയായികളെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, നടക്കൂല. ഞാൻ തന്നെ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചത് അവരറിഞ്ഞാൽ എൻ്റെ സകലതും നഷ്ടപ്പെടും. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഹിക്മത്ത് ഒപ്പിച്ചു. ഹുസൈൻ, ഞാൻ ഒരു ദിവസം നിങ്ങളെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ ഖൈനുഖാ ഗോത്രക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടി. ആ ഖൈനുഖാ ഗോത്രക്കാരെല്ലാം കൂടണം. നിങ്ങളൊരു മറയുടെ പിറകിൽ നിൽക്കണം. ഞാൻ അവരോട് സംസാരിച്ചോളാം. കൃത്യസമയത്ത് അഷ്റഫുൽ ഖൽഖ് എത്തി ബനൂ ഖൈനുഖാ യൂത ഗോത്രത്തിൽപ്പെട്ടവരോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, ഇത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു നബിയെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അങ്ങനെ ഒരു പുതിയ ഒരു പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇസ്രായേലി പാരമ്പര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഏറ്റവും വലിയ ഉസ്താദും ഏറ്റവും വലിയ ബഹുമാനീയനുമായ ഹുസൈൻ ബിൻ സലാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ജൂതന്മാർ ഒറ്റ സ്വരത്തിൽ, ഹുവ ഖൈറുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ്. ഏറ്റവും നല്ല ഉപ്പാന്റെ മോനാണ്, ഏറ്റവും നല്ല ഖൈറായ ഉപ്പാന്റെ മോനാണ്. വഹുവ അലമുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പണ്ഡിതനാണ്. വബിനു അലമിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതന്റെ മകനാണ്. ഒരഭിപ്രായ വ്യത്യാസവും നമുക്കില്ല. അപ്പൊ ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ, മൂപ്പരിത് അംഗീകരിച്ചാലോ? മൂപ്പർ അംഗീകരിക്കുന്ന പ്രശ്നമില്ല, അത്ര മഹാപണ്ഡിതനും അറിവുള്ളവരുമാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ മറയുടെ പിറകിൽ നിന്ന് ഹുസൈൻ ബിൻ സലാമിനല്ല, അബ്ദുല്ലാഹി ബിൻ സലാമിനെ വിളിച്ചു. അബ്ദുല്ലാഹി ബിൻ സലാമിനോട് പറയാൻ പറഞ്ഞു, ഞാൻ ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ജൂതന്മാർ എന്താ ചെയ്തതെന്നറിയുമോ? ഞങ്ങൾക്ക് ഇവനെ പറ്റി നന്നായിട്ട് അറിയാം. ഇവൻ ഏറ്റവും വലിയ നാശകാരിയാണ്, നാശകാരിയുടെ മകനാണ്. ഞങ്ങളെ കൂട്ടത്തിലെ വിവരം കെട്ടവനാണ്. ഞങ്ങളെ കൂട്ടത്തിലെ വിവരം കെട്ടവന്റെ മോനാണ്. എത്ര പെട്ടെന്നാ മാറിയ. അവനവനിക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ നല്ലവനും, അവനവനിക്കെതിരായിട്ട് പറഞ്ഞവൻ ബടക്കവനും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ജൂതന്റെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക, സൂക്ഷിച്ചു കൊള്ളുക. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ജൂതനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, ജൂതനെതിരായിട്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ജൂതൻ പഠിപ്പിച്ച ചില ദുശ്ശൈലികളുണ്ട്, അത് ഏറ്റവും പെട്ടെന്ന് മുസ്ലിമീങ്ങൾ തിരുത്തുക. എന്നാലല്ലാതെ ലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. ആദ്യം തിരുത്തേണ്ടത് ഈ പറയപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ്? ഖൈർ ആര് പറഞ്ഞാലും ആളെ നോക്കാതെ അംഗീകരിക്കുക, ഷർറ് ആര് പറഞ്ഞാലും ആളെ നോക്കാതെ തിരസ്കരിക്കുക.
എൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ അയാൾ പറഞ്ഞത് ശരി, ഇപ്പൊ എൻ്റെ കൂട്ടത്തിലല്ല എങ്കിൽ അയാൾ പറഞ്ഞത് തെറ്റിത് ജൂതന്റെ സ്വഭാവമാണ്. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ പൂർണ്ണമായും കാക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈദുൽ ഫിത്തറിന്റെ ഈ സുന്ദരമായ ദിവസം എൻ്റെ നഫ്സോടും ഈ ഇരിക്കുന്നവരോടും ലോകത്തോടും പറയാനുള്ളത്, പുതിയ നൂറ്റാണ്ടിന്റെ ബാല്യദശ തീർന്നു, ഇനി യൗവനദശയാണ്. 2025 പുതിയ നൂറ്റാണ്ടിന്റെ ബാല്യദശ അവസാനിച്ചു. 2026 മുതൽ യൗവനദശയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതേ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആ നൂറ്റാണ്ടുകൾ തീർച്ചയായിട്ടും നിർണായകമാണ് ലോകത്തിന്. പുതിയ നൂറ്റാണ്ട്, പുതിയ സംരംഭം, പുതിയ യുവത്വം, പുതിയ നൂറ്റാണ്ടിന്റെ പുതിയ യുവത്വം തികച്ചും ഇസ്ലാമിക സംസ്കാരം ലോകത്ത് പ്രകാശിക്കുന്ന നൂറ്റാണ്ടുകളാണ്. ലോകം അത് ആസ്വദിക്കും, മതക്കാരത് ആസ്വദിക്കും, രാഷ്ട്രീയക്കാരും ഭരണകൂടങ്ങളും അത് ആസ്വദിക്കും. അതിലേക്കാണ് ലോകത്തിന്റെ രാഷ്ട്രീയ വിരൽ ചൂണ്ടുന്നത്, അതിലേക്കാണ് ലോകത്തിന്റെ സാമ്പത്തിക വിരൽ ചൂണ്ടുന്നത്, അതിലേക്കാണ് ലോകത്തിന്റെ ആദർശപരവും മതപരവുമായ സംഘടിതത്വത്തിന്റെ വിരൽ ചൂണ്ടുന്നത്. ഇത് കരുതിയിരിക്കണം. ഈ ഈദുൽ ഫിത്തറിന്റെ ദിവസം വരാനിരിക്കുന്ന 11 മാസം പരിശീലനത്തിൻ്റെതാണ്. വരാനിരിക്കുന്ന 11 മാസം, ഈ മാസം വീണ്ടെടുത്തിരിക്കുന്ന ഗുണം ലോകത്തിന് എത്തിക്കാനുള്ളതാണ്. അതായിരിക്കട്ടെ ഈ പരിശുദ്ധ ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. ശരി, ഞാൻ നിർത്തുന്നു. അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. മദ്യം അപകടകരമായ രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. മയക്കുമരുന്ന് അപകടകരമായ രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. അതിന്റെ പ്രത്യാഘാതമായ കൊല, പാപ്പാക്കും ഉമ്മാക്കും അച്ഛനും അമ്മക്കും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം പോവുകയാണ്. പ്രത്യേകം കേരളം. കുടുംബത്തിൽ ഭാര്യ മക്കൾക്ക് രക്ഷയില്ലാത്തൊരു ഗതികേടിലേക്ക്, ഒരു ഇരുട്ടിലേക്ക് പോവുകയാണ് ലോകം. മയക്കുമരുന്നും അതേപോലെ മദ്യവുമാണ് ഈ നാശത്തിന്റെ വിത്ത്. അതേ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പറഞ്ഞു, മദ്യം വർജിക്കുക, സകല പാപത്തിന്റെയും താക്കോലാണ് മദ്യമെന്ന്. ശൈത്താനവന്റെ അനുയായികളെ വിളിച്ച് ഒരു ദിവസം യോഗം കൂടും. ആ യോഗത്തിൽ അവർ തീരുമാനിക്കും എങ്ങനെയാണ് മനുഷ്യനെ പിഴപ്പിക്കുക. ഒരു വിഭാഗം പറഞ്ഞു, ഞങ്ങൾ അവനെ കൊണ്ട് സിന ചെയ്യിപ്പിക്കും. അപ്പൊ ശൈത്താൻ പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ല. ഒരുവൻ പറഞ്ഞു, ഞങ്ങൾ ആൾക്കാരെ കൊല്ലും, അതുകൊണ്ടും കാര്യമില്ല. ഒരുവൻ പറഞ്ഞു, ഞങ്ങൾ ആകമാനം കൊള്ളയടിക്കും, അതുകൊണ്ടും കാര്യമില്ല. പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ സമൂഹത്തെ മദ്യത്തിന്റെ അടിമയാക്കണം. മദ്യത്തിന്റെ അടിമയായാൽ നേരത്തെ പറഞ്ഞതെല്ലാം അവർ ചെയ്തോളും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി